കേശാലങ്കാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യത്തോടെ പ്രകാശ് വിക്സ് നാടകം, നൃത്തനാടകം, മിമിക്സ്, സീരിയൽ, സിനിമാ താരങ്ങൾക്ക് അവരുടെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കേശാലങ്കാര നിർമ്മിതിയിൽ പ്രാവീണ്യം നേടിയ വിഗ് ഡിസൈനർ ശ്രീ വി പ്രകാശ്, ഹെഡ് ഓഫീസ്, കല്ലറ. നമസ്കാരം. നാടിൻ്റെ അകമാണ് നാടകം. നമ്മെ ഗൃഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന നാടകങ്ങളിലെ ഒരു വിഭാഗമാണ് റേഡിയോ നാടകങ്ങൾ. ഇവയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നാടക് വൈക്കം മേഖല സംഘടിപ്പിക്കുന്ന ലോക മലയാള ശബ്ദ നാടകോത്സവം രംഗധ്വനി 2020 ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നാടകം നീർമിഴികളിലെ പ്രണയസൗധം. അവതരണം കോഴിക്കോട് സൂര്യാവിഷൻ. രചന മണിയപ്പൻ ആറന്മുള. സംവിധാനം രാജേന്ദ്രൻ തായാട്ട്. നാടകം അവതരിപ്പിക്കുന്നതിനായി നാടകസംഘത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ തായാട്ട്, നാടക സിനിമാ പ്രവർത്തകനാണ്. മലയാള നാടക കലാകാരന്മാരുടെ ഏറ്റവും വലിയ സംഘടനയായ നാടകിൻ്റെ വൈക്കം മേഖല കമ്മിറ്റി ഒരു പുതിയ സംരംഭമായിട്ട് മുന്നോട്ട് വരികയാണ്. രംഗധ്വനി 2020 ലോക മലയാള ശബ്ദ നാടകോത്സവം ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന 26-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു നാടകോത്സവമാണ് നാടകം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ നാടകോത്സവത്തിലേക്ക് ഞാൻ ഒരു നാടകവുമായിട്ട് കടന്നു വരികയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നാടക എഴുത്തുകാരൻ മണിയപ്പൻ ആറന്മുള എഴുതി ഞാൻ സംവിധാനം ചെയ്ത നീർമിഴികളിലെ പ്രണയസൗധം എന്നുള്ള ഒരു നാടകവുമായിട്ട് ഞങ്ങൾ വരികയാണ്. നമുക്കറിയാം, താജ്മഹലിൻ്റെ പശ്ചാത്തലവുമായിട്ട്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഈ നാടകം. എന്തിനു വേണ്ടിയാണ് ഈ നാടകം ഇപ്പോൾ വീണ്ടും അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ട്, വിശദീകരണമുണ്ട്. ആ കാലഘട്ടത്തിൽ ഷഹൻഷാ ബാദുഷാ ഷാജഹാൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള പ്രണയസൗധമാണ് താജ്മഹൽ എന്ന് പറയുന്നത്. 22,000-ഓളം കറുത്ത അടിമകൾ 22 വർഷം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ മഹനീയ ശില്പം, ആ ശില്പത്തിന് പിന്നിൽ ഒരുപാട് കണ്ണുനീരിൻ്റെ കഥയുണ്ട്. ആ കഥ എന്ന് പറയുന്നത് പാവപ്പെട്ടവന് നികുതിപ്പണം കൊള്ളയടിച്ച് അതുകൊണ്ട് ധൂർത്തടിച്ചിട്ടാണ് ഇതുപോലുള്ള പ്രണയസൗധം തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ധൂർത്തടിച്ച് ഒരു പ്രണയസൗധം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, അന്ന് തുടങ്ങിയിട്ടുള്ള ധൂർത്തടി, ഭരണാധികാരികളുടെ ധൂർത്തടി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നീർമിഴികളിലെ പ്രണയസൗധം എന്നുള്ള നാടകവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ഏതായാലും നാടകിൻ്റെ വൈക്കം മേഖലയുടെ ഈ പ്രവർത്തനത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്മ, നമസ്കാരം. കോഴിക്കോട് സൂര്യശ്രീ വിഷൻ അവതരിപ്പിക്കുന്ന ശബ്ദനാടകം നീർമിഴികളിലെ പ്രണയസൗധം. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഉസ്താദ് ഈസ KPK വെങ്ങര, ജെറോണിയോ നരിയാപുരം വേണുഗോപാൽ, ഷഹൻഷാ ബാദുഷാ ചക്രവർത്തി വൈക്കം ബിനു, ഷരീബ് ഈസ മാള ദിലീപ്, അമാനുള്ള ഖാൻ രാജേന്ദ്രൻ തായാട്ട്, മുംതസ് ജൂലി ബിനു, ഖലീജ ബാനു എരുമേലി അംബുജം. നാടകരചന മണിയപ്പൻ ആറന്മുള. എഡിറ്റിംഗ് ആൻഡ് മിക്സിംഗ് മനു പയ്യന്നൂർ. സംവിധാനം രാജേന്ദ്രൻ തായാട്ട്. നീർമിഴികളിലെ പ്രണയസൗധം.
ഉറുമ്പിൻ കൂട്ടങ്ങൾ വെളുത്ത അരിമണികൾ വലിച്ചുകൊണ്ടു പോകുന്നത് പോലെ അടിമകൾ വെണ്ണക്കല്ലുകൾ ചുമന്ന് നീങ്ങുന്ന കാഴ്ച. ആകാശമുട്ടെ അവറ്റകൾ അത് ചുമന്ന് നീങ്ങുകയാണ്. ആകാശത്തിനും ഭൂമിക്കുമിടയിലെ ആ മഹാസൗധം പണിതുയർത്താൻ താജ്മഹൽ. വെൺമേഘങ്ങൾക്ക് കീഴെ അതാ ഒരു സ്വർഗീയ മണിമന്ദിരം ഉയരുന്നു. സുൽത്താന ബീഗം മുംതാസിന്റെ ഓർമ്മകൾക്ക് മുന്നിലെ പ്രണയ കുടീരം. മിനാരങ്ങൾ, താഴികക്കുടങ്ങൾ, ചിത്രശിലാ ഫലകങ്ങൾ. ഓ, നീ എത്ര മനോഹരിയാണ്. സന്ധ്യ മയങ്ങി തുടങ്ങി. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ നിലാവിൽ കുളിച്ചു നിൽക്കുന്നു. യമുന ചിരിച്ചുകൊണ്ടൊഴുകുകയാണ്. ആ ജലഛായയിൽ താജിന്റെ നിഴലുകൾ സ്വർഗീയ അനുഭൂതികൾ പകരുന്നത് പോലെ. എന്തൊരഴക്! ആ മുംതാസ്, മുംതാസ്! അതാ യമുനയിൽ നിന്നൊഴുകിയെത്തിയ സുന്ദരിയായ മുംതാസ് താജിനെ നോക്കി ചിലങ്കകൾ കെട്ടി നൃത്തം ചവിട്ടുന്നു. അല്ല, താജിനല്ല, മുംതാസിനാണ് സൗന്ദര്യം കൂടുതൽ. പാൽചന്ദനത്തിന്റെ നിറകുടം. മുംതാസ്, നിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഈ ലോകം മുഴുവൻ കോരിത്തരിച്ചു നിൽക്കുന്നു. കടഞ്ഞെടുത്ത കായാമ്പൂവിന്റെ സൗരഭ്യം. എന്റെ മുംതാസ്, നീ എത്ര സുന്ദരിയാണ്. ഖലീജ, ഖലീജ, നീ സ്വപ്നം കണ്ടു നിൽക്കുകയാണ്. ഇസാ, ഹൽബിന്റെ ഉള്ളിലെ സാന്ദ്രവും സ്വപ്നവും പ്രണയവുമാണ് ആ പ്രേമ കുടീരം. എത്ര കണ്ടാലും കൊതി തീരുന്നില്ല. ആകാശം ഇറങ്ങി വന്ന് ആ വെണ്ണക്കല്ലുകളെ ചുംബിക്കുന്നത് നീ കണ്ടോ? കുറച്ചുകൂടി ഇരട്ടിയാൽ നക്ഷത്രങ്ങൾ അവിടെ പെയ്തിറങ്ങും. ശിശിരവും ഗ്രീഷ്മവും വന്നു നിറയും. നിലാവ് നിറഞ്ഞ ഈ രാത്രിയിൽ മനോഹരിയായ മുംതാസ് ഈ പ്രണയ കുടീരത്തിലേക്ക് നടന്നു വരും. എന്നിട്ട് ഉറക്കെ വിളിക്കും, ഷാജഹാൻ, എന്റെ പ്രിയതമായി എന്ന്. ആഗ്രയിൽ യമുനയുടെ തീരത്ത് അങ്ങു പണിയുന്ന ഈ പ്രണയ കുടീരം സ്നേഹത്തിന്റെ സംഗീതം പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രിയനേ, എന്റെ സ്വർഗീയ ശില്പി. ആരാധനയോടെ ഈ കൈകൾ വാരിയെടുത്ത് ഞാനൊന്ന് അമർത്തി ചുംബിച്ചോട്ടെ. ഖലീജ, നീ എന്നെ വല്ലാതെ ആരാധിക്കുന്നു, പ്രണയിക്കുന്നു. പ്രണയവും സൗന്ദര്യവും ഈ വിരലുകളിൽ ചാലിച്ചെടുത്ത് അങ്ങ് കുത്തിയെടുക്കുന്ന ഈ മനോഹര സൗധം ലോകാത്ഭുതങ്ങളിൽ ഒന്നാകും. കാലം ഈ പ്രേമ കുടീരത്തെ പ്രണയിക്കും. എന്നാൽ അന്ന് അങ്ങേ ആരെങ്കിലും ഓർക്കുമോ? താജ്മഹൽ പണിതുയർത്തിയത് ഷാജഹാൻ. അത് ഷാജഹാൻ മാത്രമായിരിക്കും. ആഗ്രയുടെ കരയിൽ പ്രണയാതുരമായ ഒരു മഹാശില്പത്തിന്റെ മഹാശില്പിയെ ലോകം മറക്കും, കാലം മറക്കും. ഉസ്താദ് ഈസ എന്ന പടച്ചവന്റെ കൊത്തുപണിക്കാരനെ കാലം വിസ്മരിക്കും. ഖലീജ, വെണ്ണക്കല്ലുകളിൽ കവിത രചിച്ച ഈസായുടെ നാമം
പ്രകൃതിയിൽ അലിഞ്ഞു ചേരും. എന്നിട്ട് ലോകം വിളിച്ചു പറയും, താജ്മഹൽ പണിതുയർത്തിയത് ഷാജഹാനാണെന്ന്, ഷാജഹാൻ തന്നെയാണെന്ന്. ഇസ, ആഗ്രയുടെ തെരുവുകൾ ഇന്ന് കണ്ണീരിലാണ്. കേട്ടില്ലേ നിലവിളികൾ? പട്ടിണി കൊണ്ട് പൊറുതിമുട്ടിയ സ്വന്തം പ്രജകളുടെ കണ്ണുനീരിന് മുകളിൽ പണിതുയർത്തിയ ഈ മഹാസൗധത്തിൻ്റെ ആത്മാവ് നിലവിളിക്കുകയാണ്. ഞാൻ കേൾക്കുന്നുണ്ട് കരളലിക്കുന്ന ആ നിലവിളി. അവർ ഈ താജിന്റെ സൗന്ദര്യം കാണുന്നുണ്ടോ ഇസ? വിശപ്പിൻ്റെ കഠിനമായ നിലവിളികൾക്കിടയിൽ വളർന്നു പന്തലിക്കുന്ന ഈ പ്രണയധൂർത്തിൻ്റെ ചാരുതയ്ക്ക് വിശപ്പിൻ്റെ സൗന്ദര്യമാണ് ഖലീജ. 22,000 അടിമകൾ, അവരുടെ അധ്വാനം, അവരുടെ രോദനം, അവരുടെ വിശപ്പ്, അവരുടെ പട്ടിണി, അടിച്ചമർത്തപ്പെടുന്ന കീഴാളരുടെ നിശബ്ദതയിൽ പടുത്തുയർത്തുന്ന ഈ മഹനീയ ശില്പം ഇന്ന് കണ്ണുനീർ പൊഴിക്കുകയാണ്. ആത്മാവ് തേങ്ങിക്കരയുകയാണ്. ധൂർത്തനായ ഖലീഫ്. പതുക്കെ പതുക്കെ. ആഗ്രയുടെ ഗല്ലികളിൽ ഇന്ന് പട്ടിണിയാണ്. അവർക്ക് സ്വർണ്ണത്തളികകളില്ല, പട്ടുമെത്തകളില്ല. അവശേഷിച്ച തുകൽ സഞ്ചികൾ വരെ ചുട്ടുതിന്നുന്ന നിന്ദിതരുടെ വിശപ്പ്. ഇവിടെ ആഗ്രയുടെ തീരത്ത് ഈ ശവകുടീരം വിശപ്പിൻ്റെ മുറവിളികളെയും മറികടന്ന് ഉയരുകയാണ് ഖലീജ. ആകാശം മുട്ടെ വാനോളം ആയിരക്കണക്കിന് അടിമകൾ ചാട്ടവാറിന് മുന്നിൽ പിടഞ്ഞു വീണ് മരിക്കുന്നു. കാലം കൗതുകത്തോടെ കാണാൻ പോകുന്ന ഈ മഹാസൗധം കണ്ണീര് കൊണ്ട് നനയും ഖലീജ, നനയും. അതാ അങ്ങയുടെ പുത്രൻ വരുന്നുണ്ട്, ശരീബ്. ഷരീബ്? എന്നെ മനസ്സിലാക്കാത്തവൻ, എൻ്റെ ആത്മാവിലെ നിറക്കൂട്ടുകളെ കാണാത്തവൻ. 4 മിനാരങ്ങളിൽ ഒന്നെങ്കിലും അവനെ കൊണ്ട് പണിയിച്ചുകൂടെ? തലയ്ക്കും ശരീരത്തിനുമിടയിൽ ഒന്നുണ്ട്, കഴുത്ത്. നാളെ താജിന്റെ മുഖ്യശില്പി കഴുത്തറക്കപ്പെട്ടവനെന്ന് ചരിത്രം രേഖപ്പെടുത്തും. അങ്ങ് ആരെയാണ് ഭയക്കുന്നത്? വെനീഷ്യൻ ശില്പി ജെറോണിയോ. താജ്മഹൽ രൂപകൽപ്പന ചെയ്ത മഹാനായ വെനീഷ്യൻ ചിത്രകാരൻ. അവനാണ് ഇന്ന് ഷഹൻഷായുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഈസ എന്ന രാജശില്പിയെ ഇല്ലാതാക്കാൻ അവൻ കളിക്കുന്ന കളി വലുതാണ്. നാളെ ലോകം കൺകുളിർക്ക് കാണാൻ കൊതിക്കുന്ന, ലോകാത്ഭുതമെന്ന് വാഴ്ത്തിയേക്കാവുന്ന മുംതസ് മഹലിൻ്റെ മുഖ്യശില്പി അവനാണെന്ന് വരുത്തി തീർക്കാനുള്ള കുതന്ത്രങ്ങളാണ്. അതിനിടയിലേക്ക് ഷരീബിനെ വലിച്ചിഴക്കരുത്. ഈ വെണ്ണക്കൽ ശില്പത്തിൽ അവൻ്റെ ഉളിയുടെ ഒരു ശബ്ദമുയർന്നാൽ അരുത്, അരുത്. താജ്മഹലിനോളം ഞാൻ അവനെ സ്നേഹിക്കുന്നു ഖലീജ. താജ്മഹലിനോളം അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ അങ്ങ് കൊത്തിയൊരുക്കുന്ന ആ വെണ്മയുടെ പാളികളിൽ ഒരു ചിത്രം, ഒരേ ഒരു രേഖാചിത്രം, അങ്ങ് പഠിപ്പിച്ച കലയുടെ മഹത്വം ഒന്ന് തെളിയിക്കാനുള്ള ഒരു എളിയ അവസരം അതെങ്കിലും എനിക്ക് തന്നുകൂടെ? സമയമാകുന്നതേയുള്ളൂ. നിന്റെ അറിവുകൾക്ക് കാലം മൂർച്ച കൂട്ടട്ടെ. താജ്മഹലിന് മുന്നിലെ യമുനയുടെ മറുകരയിൽ പണിയുന്ന കറുത്ത താജ്, ഷാജഹാന്റെ ശവകുടീരം, അതിൻ്റെ പണിക്കിടയിലാവാം നിന്റെ കരവിരുതുകൾ. ഷരീബ് മഹാനായ രാജശില്പി ഉസ്താദ് ഈസായുടെ മകനാണ്. അങ്ങ് പറഞ്ഞു തന്ന കരകൗശലങ്ങളാണ് എൻ്റെ ഈ വിരലുകളിലെ സമ്പാദ്യം. അങ്ങക്കറിയാം, അങ്ങയുടെ വിരലുകളേക്കാൾ മാന്ത്രിക സിദ്ധി ഷരീബിൻ്റെ വിരലുകൾക്കുണ്ടെന്ന്. നിർത്തടാ നിന്റെ അധിക പ്രസംഗം. നീ വാനം മുട്ടെ വളർന്നു പോങ്ങരുത്. ഈ പ്രതിഷേധം നന്നല്ല കുട്ടി. തന്നോളം വലുതാകുന്നു എന്ന തിരിച്ചറിവ്, മനസ്സിൽ അങ്കുരിക്കുന്ന അഹന്ത, മറ്റൊരുത്തൻ നന്നാകുന്നതിലുള്ള അസൂയ. മതി നിന്റെ അനുസരണക്കേട്, മതി നിന്റെ നിഷേധം. ഈ വിരൽ തുമ്പുകളിലെ മഹാത്ഭുതങ്ങൾ
മഹാസിദ്ധികൾ, ഇന്ദ്രജാല പാടവങ്ങൾ. അത് നിനക്കറിയില്ല. അതിനി ഒരു 100 ജന്മം നീ ജനിച്ചാലും നിനക്കത് കണ്ടെത്താൻ കഴിയില്ല. ആ മഹാമാന്ത്രിക വിരലുകൾ പടച്ചവൻ നിർമ്മിച്ചതാ. പടച്ചവൻ. മക്കളെ, നീ പറഞ്ഞ ഒരു ദുഷിച്ച വിചാരങ്ങളും പിതാജിയുടെ മനസ്സിലില്ല. ഞാൻ പരമകാരുണികനായ തമ്പുരാന്റെ ഒരു നിയോഗം മാത്രം. വിശാലമായ മനസ്സും കറപുരളാത്ത ഹൃദയവും സാത്വിക ഭാവമുള്ള ഒരു പാവം കലാകാരൻ. കല മനുഷ്യ നന്മയെ പ്രതിനിധാനം ചെയ്യുന്നു. അത് സ്നേഹം വിഭാവനം ചെയ്യുന്നു. ആ സ്നേഹമാണ് നാളെ താജ് വിളംബരം ചെയ്യാനൊരുങ്ങുന്നത്. അങ്ങ് പറഞ്ഞു തന്ന ആ ഉദാത്തമായ കല ഞാൻ പിന്നെ എവിടെയാണ് ഒന്ന് പ്രയോഗിക്കേണ്ടത്? ഹൃദയഭിത്തികളിൽ നീ നിന്റെ മനസ്സിൽ സ്നേഹം കുത്തിയുണ്ടാക്ക്. ആ പ്രതിഫലനമാണ് നീ താജ്മഹലിൽ കാണേണ്ടത്. നിന്റെ കണ്ണുകളിലെ കലയുടെ പ്രകാശം എനിക്ക് വഴികാട്ടിയാകുമ്പോൾ താജിന് മുന്നിലെ തടാകത്തിന് നടുവിൽ ഞാനൊരു പ്രണയശില്പം കൊത്തും. അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കാനാണ് വന്നത്. ഇല്ല, അത് അസാധ്യം. താൻ തോന്നിയ ഒരു മകന്റെ വെല്ലുവിളി നീ എല്ലാം മറക്കുന്നു. നീ കുഞ്ഞായിരിക്കുമ്പോ നിന്റെ ചൂണ്ടുവിരൽ യമുനയുടെ മണൽത്തിട്ടകളിൽ അമർത്തിപ്പിടിച്ച് ഈ ലോകത്തിന്റെ സൗന്ദര്യം അദ്ദേഹം നിന്നെ കൊണ്ട് വരപ്പിക്കുമായിരുന്നു. നിന്റെ ഗുരുവാണ് അദ്ദേഹം. ഗുരു നിന്നാ ചോദിച്ചു വാങ്ങരുത്. അരുത് ഖലീജ. അറിവ് അവനെ അന്ധനാക്കി തുടങ്ങി. ശരി, നിന്റെ കണ്ണുകളിലെ തിളക്കവും വെളിച്ചവും നിനക്ക് നന്മയുടെ പ്രകാശം പകരട്ടെ. താജ്മഹലിന്റെ മുന്നിലെ നീല ജലാശയത്തിൽ നീ പണിയാനൊരുങ്ങുന്ന പ്രണയശില്പം താജ്മഹലിനെ വെല്ലുന്നതായി തീരട്ടെ. മനസ്സ് നിറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കുന്നു. താജ്മഹൽ രൂപകൽപ്പന ചെയ്ത ജെറോണിയായുടെ കൽപ്പനയാണിത്. പിതാജിയെ വെല്ലുന്ന ഒരു മഹനീയ ശില്പം താജിന് മുന്നിലെ തടാകത്തിൽ ഷെഹൻഷാ ബാദ്ഷാ ചക്രവർത്തിയുടെ അറിവോടെ ഞാനത് പണിയും. പിതാജി കൊത്തിയുണ്ടാക്കിയ ഭൂമിയിലെ സ്വർഗശില്പത്തിന് മുന്നിൽ 64 കലകളെ ചേർത്ത് വിളക്കി ഒരു മനോഹര ശില്പം. ഷാജഹാന്റെയും മുംതാസിന്റെയും അനശ്വര കാവ്യം. നാളെ ഈ ലോകം എൻ്റെ പ്രണയചാരുതയെ ദർശിക്കാതെ ഈസായുടെ താജ്മഹൽ ദർശിക്കില്ല. വരട്ടെ. അങ്ങ് വേദനിക്കരുത്. എല്ലാം അവന്റെ കുസൃതിയാണെന്നേ കരുതാവൂ. ശപിക്കരുത്. ശപിക്കുകയോ? കലയുടെ സമ്മേളനമാണ് യമുനാ തീരം. ഭൂമിയിലുള്ള മുഴുവൻ കലകളും ഇവിടേക്ക് ആവാഹനം ചെയ്തിരിക്കുന്നു. അവിടെ മുളച്ചു പൊന്തുന്ന കാപട്യത്തിൻ്റെയും അഹന്തയുടെയും വ്യഥയുടെയും വ്യക്തിഹത്യകളുടെയും പട്ടിണിയുടെയും നിലവിളികളുടെയും വിളനിലമായി മാറിക്കഴിഞ്ഞു ആ കാവ്യഭൂമി. അവിടെ തഴച്ചു വളരുന്നത് കലയല്ല, കലാപമാണ് ഖലീജ. നന്മ നഷ്ടപ്പെട്ട കലാപം. ആ നടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ പുണ്യമാണ്. കൈകൾ വളരുന്നതും കാലുകൾ വളരുന്നതും നോക്കി കൊതിയോടെ വളർത്തിയ എൻ്റെ സുഹൃതം. ഈസ എന്ന മഹാശില്പിയുടെ മാറത്ത് വേദനയുടെ കാൽപ്പാടുകൾ തീർത്ത് അവൻ നടന്നു പോവുകയാണ്. കാലത്തെയും കലയെയും മറന്നുകൊണ്ടുള്ള ഒരു ദുരന്തയാത്ര. മുംതാസ്, ഷാജഹാൻ, എന്റെ മുംതാസ്. നിലാവ് നിറഞ്ഞ രാത്രി,
യമുന സുന്ദരിയായി ഒഴുകുന്നു. ഓളങ്ങൾക്ക് മധുവന്തിയുടെ സംഗീതം. ആകാശത്തെ വെൺമേഘ ചിന്തകളിൽ ചന്ദ്രിക തെളിഞ്ഞു നിൽക്കുന്നു. നിലാവിൽ തെളിയുന്ന താജ്മഹൽ. ഇല്ല, എന്റെ മുംതാസിന്റെ സൗന്ദര്യം ഈ കാവ്യശില്പത്തിനില്ല. ഈസാ രചിച്ച ഈ വെണ്മയുടെ കവിതയ്ക്ക് കണ്ണുനീരിന്റെ കനവാണ്. മുംതാസ്, ഷഹൻഷാ, എന്റെ പ്രിയ സഖി. മുംതാസ്, എന്റെ പ്രിയപ്പെട്ടവളെ. എന്നും എന്തിനാണ് ഈ യമുനയുടെ തീരത്ത് നീ എന്നെ കാത്തിരിക്കുന്നത്? നീ എന്ന മനോഹരമായ മിഥ്യയിൽ, സ്വപ്നത്തിൽ എന്നും അലിഞ്ഞു ചേരാൻ. ബാദുഷാ, അങ്ങയുടെ മടിയിൽ ഇങ്ങനെ തലചായ്ച്ച് ഈ മാറിലെ ചൂടറിഞ്ഞ് മൃദുവായ ആലിംഗനത്തിൽ അമർന്ന് കുളിരുള്ള ഈ നിലാവിൽ നീലാകാശത്തെ ചന്ദ്രികയെയും യമുനയുടെ കുഞ്ഞോളങ്ങളെയും നോക്കി അങ്ങനെ ഇരിക്കുമ്പോ അങ്ങ് എന്റെ കാതിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്റെ അർജുമാൻ ഭാനു. അതെ, മുംതാസിന് ഏറ്റവും പ്രിയം ആ പേര് കേൾക്കാനാണ്. പ്രിയനെ, ഞാൻ കൺകുളിർക്ക കാണുകയാണ് അങ്ങ് പണിത ചാരുതയാർന്ന എന്റെ മനോഹരമായ ശവകുടീരം താജ്മഹൽ. അതെന്റെ പ്രണയിനിയുടെ പ്രണയഗീതമാണ്, സൗന്ദര്യ സൗധം. ഷാജഹാൻ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എനിക്കാണോ ഈ താജ്മഹലിനാണോ കൂടുതൽ ചന്തം? എന്താ സംശയം എന്റെ മുംതാസിന്? നീ എന്ന മനോഹര ശില്പത്തിനപ്പുറം ഒരഴക് മറ്റൊന്നിനുമില്ല മുംതാസ്, മറ്റൊന്നിനും. ഈ പ്രപഞ്ചം കുത്തിയുണ്ടാക്കിയ പടച്ചവൻ പോലും നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയിട്ടുണ്ടാകും. ശരിയാണ് ബാദുഷാ അങ്ങ് പറഞ്ഞത്. എന്റെ ഓർമ്മയ്ക്കായി അങ്ങ് പണിതുയർത്തിയ ഈ സൗധത്തിന് എത്ര കണ്ട് ചാരുത പകർന്നാലും നുണക്കുഴിയിൽ പൊടിഞ്ഞ കണ്ണീര് പോലെ അത് കാൽപ്പനികതയുടെ കണ്ണുനീരായി നിൽക്കും. താജ്മഹലിന്റെ കണ്ണീരാണ് ഹുസൂർ ഈ കരകവിഞ്ഞൊഴുകുന്ന യമുന. യമുനയിൽ നിറയെ കണ്ണീരാണ്. മുംതാസ്, എങ്ങനെയാണ് ഈ ബലികുടീരത്തിന് അങ്ങ് സൗന്ദര്യമെന്ന് പേരിട്ടത്? പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന വെണ്മയുടെ ശിലകൾ കണ്ടിട്ടോ, അതോ കാലിഗ്രാഫിയിൽ തീർത്ത ചിത്രപടങ്ങൾ നോക്കിയിട്ടോ, എന്റെ ഖബറിൽ പതിപ്പിച്ച വൈഡൂര്യങ്ങൾ ദർശിച്ചിട്ടോ? അങ്ങെന്തിനാണ് എന്റെ ശവകുടീരത്തിന് കൂടുതൽ കൂടുതൽ സൗന്ദര്യമെന്ന് പ്രഖ്യാപിക്കുന്നത്? ഈ പ്രണയകുടീരം ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറും. ലോകത്തെ വെല്ലുന്ന അനശ്വര ശില്പം. കേവലമായ ഒരു ശവകുടീരത്തിൽ നിന്ന് കാലാതിവർത്തിയായ പ്രണയകുടീരമായി മാറുമിത്. മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ തീർക്കുന്ന ഒരു മണിസൗധങ്ങൾക്കും സൗന്ദര്യമില്ല ബാദുഷാ. എന്റെ സൗന്ദര്യം അങ്ങയുടെ സ്നേഹമാണ്. ആ സ്നേഹം താജ്മഹലിനില്ല. താജ്മഹൽ ഞാൻ നിനക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണ് മുംതാസ്. നിന്നെ അകമൊഴിഞ്ഞ് സ്നേഹിച്ചതിന്റെ പ്രതീകമാണ് ആ പ്രണയകുടീരം. എന്റെ പ്രേമഭാജനത്തിന് അന്ത്യവിശ്രമം കൊള്ളാൻ ഞാൻ തീർത്ത സ്വർഗീയ ഭവനം. ആ സ്വർഗീയ കബർസ്ഥാനത്തിൽ അങ്ങയുടെ മുംതാസിന്റെ ആത്മാവിന് എവിടെയാണ് ഷാജഹാൻ ശാന്തിയും സമാധാനവും? കണ്ണുനീരിന്റെ മെത്തയിൽ വേദനയുടെ ശവക്കച്ചുകൊണ്ട് അങ്ങനെ പുതപ്പിച്ചിരിക്കുന്നു. എനിക്ക് ചുറ്റും നിലവിളികളാണ് ഷഹൻഷാ, ഹൃദയഭേദകമായ കൂട്ട നിലവിളികൾ. നീ എന്നെ വേദനിപ്പിക്കുന്നു മുംതാസ്. മനുഷ്യരാശികളുടെ പിച്ചച്ചട്ടികളിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത ധനം കൊണ്ട് തീർത്ത ഈ സൗധത്തിനു ചുറ്റും രക്തം കട്ടപിടിച്ചിരിക്കുന്നു ഹുസൂർ. 22,000 കറുത്ത അടിമകളുടെ വിയർപ്പിൽ നിന്നും ചോരയിൽ നിന്നും മുംതാസിന്റെ പ്രണയ സൗധം നീ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. കാലം അങ്ങേ വാഴ്ത്തും പുകഴ്ത്തും. എന്നാൽ
മുംതാസിന്റെ പ്രണയകുടീരത്തിനു മുകളിൽ ഹൃദയവേദനയോടെ ഞാൻ എന്റെ അവസാന വാചകം കുത്തിക്കുറിക്കുന്നു. കാലത്തിന്റെ കവിൾത്തടത്തിലെ ഏകാന്തമായ കണ്ണുനീർത്തുള്ളി. കാലത്തിന്റെ കവിൾത്തടത്തിലെ ഏകാന്തമായ കണ്ണുനീർത്തുള്ളി. മുംതാസ്, മുംതാസ്, നീ എവിടേക്കാണ് മറഞ്ഞത്? നീ എവിടേക്കാണ് പോയി മറഞ്ഞത്? എല്ലാം ഒരു സ്വപ്നമായിരുന്നോ? മുംതാസ്, എന്റെ താജ്മഹൽ, ഹോ! കാലത്തിന്റെ കവിൾത്തടത്തിലെ ഏകാന്തമായ കണ്ണുനീർത്തുള്ളി. മാന്യമഹാജനങ്ങളെ, ഇറാനിൽ നിന്നും വന്ന കാലിഗാഫറും ചിത്രകാരനുമായ അമാനുള്ള ഖാന് ഇന്ന് വെളുപ്പിന് 5 മണിക്ക് മുഗൾ ഭരണകൂടം തൂക്കിലേറ്റുന്നു. ബാഗ്ദാദ് ചക്രവർത്തിയായ ഉമറയ്യ ഖലീഫിന് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന്റെ രൂപരേഖ 30 സ്വർണ്ണ നാണയങ്ങൾക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു. ആയതിനാൽ നീതിശാസനം ഈ കൊടും കുറ്റവാളിക്ക് മരണം വരെ തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. ഇരുട്ട് കട്ടപിടിച്ച തണുത്ത വെളുപ്പാങ്കാലം. ഇന്ന് നിരപരാധിയായ എന്നെ തൂക്കിലേറ്റു. ജീവിതവും മരണവും തമ്മിൽ ദൂരം വളരെ അടുത്ത്. ഇപ്പോ യമനിയുടെ തീരത്ത് പൂർണ്ണചന്ദ്രിക തെളിഞ്ഞു നിൽപ്പുണ്ടാവും. സുന്ദരിയായ താജ്മഹൽ ആ നിലാവിന്റെ കുർമയിൽ ഒരു വെൺമേഘ ചിന്ത പോലെ തലയുയർത്തി. ലോകാത്ഭുതങ്ങളിൽ ഒന്നാവാൻ പോകുന്ന അനശ്വര കാവ്യം, മുംതസിന്റെ സ്മാരകം, എൻ്റെ ഈ വിരലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അവസാന ചിത്രവും ആ വെണ്ണക്കല്ലിലെ മീനാരങ്ങളിൽ വരച്ചു തീർത്ത് ഈ അനശ്വരനായ ചിത്രകാരൻ യാത്രയാവും. ഉസ്താദീസ, വരണം. ഉസ്താദ് അമാനുള്ള ഖാൻ, എൻ്റെ പ്രിയപ്പെട്ട ചിത്രകാരൻ. വെഞ്ചിലാപാളികളിൽ മഹാത്ഭുതങ്ങൾ തീർക്കുന്ന രാജശില്പി, എൻ്റെ പ്രിയപ്പെട്ട തോഴൻ ഉസ്താദീസ. അതിശയങ്ങളായ ചിത്രവിസ്മയങ്ങൾ തീർത്ത ചിത്രകാര, നിന്റെ വിരലുകളിൽ ദൈവം ഒളിഞ്ഞിരിക്കുന്നു. സർവശക്തന്റെ കരവിരുത് നിന്റെ കണ്ണുകളിൽ മിന്നിമറിയുന്നത് പോലെ. പക്ഷേ ആ കണ്ണുകൾ അവർ ഇന്നലെ ചൂഴ്ന്നെടുത്തു സഖേ. ഈ പ്രപഞ്ചത്തിന് വർണ്ണച്ചായങ്ങൾ പുരട്ടിയ അങ്ങ് കണ്ണുകൾ നഷ്ടപ്പെട്ട് സോമസൗധം പണിതീരാൻ ഇനി കുറച്ചുനാൾ കൂടി മാത്രം. 22,000 തൊഴിലാളികൾ നീണ്ട 22 വർഷം കൊണ്ട് ചോരയും നീരും വിയർപ്പും കൊടുത്ത് പടുത്തുയർത്തിയ ഈ വെണ്മയുടെ ശവകുടീരത്തിന് കാലം കൊടുക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയൂ ഈസ?
ഏകാന്തമായ കണ്ണുനീർത്തുള്ളി. നാളെ ആ സൗധത്തെ നോക്കി കാലവും മനുഷ്യരും വിളിച്ചു പറയും, താജ്മഹൽ പണിതത് ഷാജഹാനാണെന്ന്. ചങ്ങലകളിൽ തിളക്കപ്പെട്ട കറുത്ത അടിമകൾ, മുതുകിലേറ്റ ചാട്ടവാറിന്റെ ഈച്ചയാർക്കുന്ന വ്രണങ്ങളിൽ വെണ്ണക്കല്ലുകൾ ചുമന്ന് ആകാശത്തിന്റെ നെറുകയിലേക്ക് പടുത്തുയർത്തിയ ആ പ്രണയ കുടീരത്തിന്റെ ശിലകളിൽ ഞാൻ എഴുതി വയ്ക്കും, താജ്മഹൽ പണിതത് ഷാജഹാനല്ല. ചോരയും നീരും പകർന്ന് ആ മഹാസൗധം കെട്ടിപ്പൊക്കിയത് 22,000 അടിമകളാണെന്ന്, അവരുടെ വിശപ്പിന്റെയും കണ്ണീരിന്റെയും വിലയാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറിയേക്കാവുന്ന താജ്മഹൽ എന്ന് ഞാൻ അലറും. കണ്ണുകൾ ചൂഴ്ന്നും കഴുത്തറുത്തും കൈകൾ ഛേദിച്ചും തുടലുകൾ കോർത്തും കലയുടെ കരവിരുതുകൾ അടിച്ചമർത്തി ബാദുഷാ ചക്രവർത്തി നടത്തുന്ന ഈ കിരാത തേരോട്ടം എന്തിനാണെന്നറിയൂ സഖേ? അറിയാം. നാളെ ലോകം പുനർവായന നടത്തുന്ന ചരിത്രരേഖകളിൽ സ്വർണലിപികളാൽ ബാദുഷ ആലേഖനം ചെയ്യും, ഈ മഹാത്ഭുതം ഷാജഹാന്റെയാണെന്ന്. അത് സ്ഥാപിച്ചെടുക്കുകയാണ് ഹുസൂറിന്റെ പരമമായ ലക്ഷ്യം. മറ്റൊന്നുകൂടിയുണ്ട്. ഈ രജതമഹലിനെ വെല്ലുന്ന മറ്റൊരു കരകൗശലം ഈ ലോകത്തുണ്ടായിക്കൂടാ എന്ന് ബാദുഷാ ചക്രവർത്തി നിഗൂഢമായി ചിന്തിക്കുന്നു. ഈസാ, നീ സൂക്ഷിക്കണം. ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് അമാനുള്ള ഖാൻ. താജിന് മുന്നിൽ പണിയാനൊരുങ്ങുന്ന കറുത്ത താജ്. ഷാജഹാൻ അന്ത്യവിശ്രമത്തിനൊരുങ്ങുന്ന ഖബർ. അതിന്റെ ശില്പിയും നീയാണെന്ന് കേട്ടു. എന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തതുപോലെ അതൊരു പകിടകളിയാണ് ഈസ. താജിനേക്കാൾ വലിയൊരു താജിന്റെ രേഖാചിത്രമാണ് ദുഷ്ടനായ ജെറോണിയോ വരച്ചുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ യമുനയുടെ മറുകരയിൽ താജ്മഹലിനെ വെല്ലുന്നൊരു കറുത്ത താജ്മഹൽ പണിയാൻ നീ വിധിക്കപ്പെടും. കുശാഗ്രബുദ്ധി കൊണ്ട് നിന്നെ ഇല്ലാതാക്കാൻ ജെറോണിയോ തയ്യാറെടുക്കുന്നു. സൂക്ഷിക്കണം, സൂക്ഷിക്കണം ഈസ. ഈസ, കേട്ടില്ലേ? മരണത്തിന്റെ കാലച്ച. മരണം പതുക്കെ പതുക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോ തൂക്കുകയർ ഒഴുങ്ങിയിരിക്കുന്നു. ഈസ, എന്നെ കഴിവിലേറ്റാൻ നേരമായി. മരണത്തിലേക്ക് നടന്നു പോകുമ്പോൾ ആ വെണ്ണക്കല്ലുകളിൽ ഞാൻ വരച്ചു ചേർത്ത എന്റെ ചിത്രങ്ങൾ അവസാനമായി എനിക്കൊന്ന് കാണാൻ കഴിയാതെ പോയല്ലോ ഈസ. അമാനുള്ള, മരണമില്ലാത്ത വിശുദ്ധിയുടെ കല നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വരച്ചിട്ടുണ്ട്. കണ്ണീരിൽ ചാലിച്ച നിന്റെ ചിത്രങ്ങളുടെ ഭംഗി എൻ്റെ ഹൃദയത്തിൽ നൊമ്പരങ്ങളുണ്ടാക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവനെ, അന്ധനായി അമാനുൽ ഖാൻ അവന്റെ ഇരുട്ട് നിറഞ്ഞ ചിത്രങ്ങളെ ഓർത്തെടുത്ത് അവസാന യാത്രയ്ക്കൊരുങ്ങുന്നു. ഹൃദയ നിലവിളിയോടെ, സഖേ, പ്രിയ സഖേ, വിട. പ്രിയ സഖേ, വിട. ആഗ്രയുടെ ശാദ്വല തീരം ഒരു കലാപഭൂമിയായി മാറുകയാണോ ജെറോണിയ? ഓർക്കണം, കടുത്ത ദാരിദ്ര്യവും നിരാശയും കഠിന ഭാരവും
അടിമകൾക്കിടയിൽ അതൃപ്തിയുണ്ട്. അവിടെ ഒരു കലാപത്തിന്റെ മുരൾച്ച പടർന്നു പിടിക്കുന്നു ഹുസൂർ. മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണകൂടം ഉയർത്തുന്ന ചാട്ടവാറിന്റെ സീൽക്കാരം. ബിഷപ്പിന്റെ നിലവിളികൾക്കിടയിൽ ചാട്ടവാറിന്റെ സീൽക്കാരങ്ങൾ ഉയരുന്നില്ല മഹാരാജൻ. മതി. ആഗ്രയുടെ നിലവിളികൾക്കിടയിലും താജ്മഹൽ ഉയരണം. അതെന്റെ അത്യാഗ്രഹമാണ്. പ്രണയത്തിന് നിലവിളികളുടെ സൗന്ദര്യമല്ല ജെറോണിയ. പ്രണയത്തെ ബിഷപ്പിന്റെ നിലവിളികൾ കൊണ്ട് വികൃതമാക്കാൻ കഴിയും. മതിയാക്കാം. മുഗൾ സാമ്രാജ്യം പടുത്തുയർത്തുന്ന വെണ്ണക്കല്ലുകളിൽ അവറ്റകളുടെ കണ്ണുനീര് ഉണങ്ങിപ്പിടിക്കില്ല ജെറോണിയ. അത് പേർഷ്യൻ വെണ്മയാണ്. ആ വെണ്മയിലെല്ലാം അലിഞ്ഞു പോകും. ആ ശുഭ്രപ്രണയ കുടീരം നാളെ ലോകം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങും. ഷാജഹാൻ നിർമ്മിച്ച മഹാത്ഭുതം താജ്മഹൽ. വളരെ പ്രധാനപ്പെട്ട എന്നാൽ സങ്കീർണമായ ഒരു ചതിയുടെ കഥ അങ്ങയെ ഉണർത്തിക്കാനാണ് ഈ സായം സന്ധിയിൽ ഞാൻ അങ്ങയെ കാത്തിവിടെ നിന്നത്. എന്താണ് നിനക്കുണർത്തിക്കാനുള്ളത്? ബോധിപ്പിക്കാം. അവിവേകമാണെന്ന് കരുതരുത്. താജ്മഹലിന്റെ പണി ഏതാണ്ട് അവസാനിക്കാറായി. കുറച്ചു മിനുക്കുപണികൾ മാത്രം. ഇനി പറയാനുള്ളത് കറുത്ത താജിനെ കുറിച്ചാണ്. കറുത്ത താജ്, അതായിരിക്കണം എന്റെ ശവകുടീരം. യമനയുടെ മറുകരയിൽ താജിന് അഭിമുഖമായി എന്റെ ഖബർസ്ഥാനം. ഞാൻ എന്നും എന്റെ മുംതാസിന്റെ നിഴലായിരുന്നു. കറുത്ത നിഴൽ, പ്രണയത്തിന്റെ നിഴൽ. ആ കറുത്ത നിഴൽ യമനയുടെ നീല ജലാശയത്തിൽ തെളിഞ്ഞു നിൽക്കണം. ഈസ അവന്റെ സുവർണ വിരലുകൾ കൊണ്ട് അടിത്തറ ഒരുക്കിയ കറുത്ത താജ്, അത് താജ്മഹലിനെ നിഷ്പ്രഭമാക്കും മഹാരാജൻ. ജെറോണിയ, കറുത്ത താജിലെ പണി അവസാനിക്കുമ്പോൾ കറുപ്പിന് വെളുപ്പിനേക്കാൾ അഴകായിരിക്കും ബാദുഷാ. അതായത് കറുത്ത താജിന് മുന്നിൽ ഒളിമങ്ങിയ ഒരു നരച്ച പ്രതിബിംബമായി താജ്മഹൽ അധപ്പതിക്കും. ഇത് ചിത്രകാരൻ അമാനുള്ള ഖാന്റെ ചതിയാണ്. മതി അട്ടഹസിച്ചത്. തീർന്നില്ല. ഈസയുടെ പ്രതികാര ചിന്തകൾ അവന്റെ മനസ്സും വിരലുകളും മുഗൾ ഭരണകൂടത്തെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യദ്രോഹികൾ. അറിഞ്ഞില്ലെങ്കിൽ ഈ നിഗൂഢ രഹസ്യം കൂടി അറിയണം. രജപുത്താനയിലെ രജതമഹൽ എന്നൊരു മഹാശില്പ ഗോപുരം താജ്മഹലിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ദ്രനീല കല്ലുകളാൽ രജതമഹൽ കെട്ടിയുയർത്താൻ ഈസ എന്ന അങ്ങയുടെ വഞ്ചകനായ മഹാശില്പി ഛത്രപതി റാണ പ്രതാപിൽ നിന്ന് 1000 സ്വർണ്ണ നാണയങ്ങൾ രഹസ്യമായി കൈപ്പറ്റിയിരിക്കുന്നു. ഇതാണ് ആ ഉടമ്പടി. ആരവിടെ? മുഗൾ സാമ്രാജ്യത്തെ രജപുത്താനയ്ക്ക് തീരെഴുതിയ ഉസ്താദ് ഈസ എന്ന രാജശില്പി, ഷഹർഷാ ബാദുഷാ ചക്രവർത്തിയുടെ നെഞ്ചകം പിളർന്ന രാജ്യദ്രോഹി. അവനെ കയ്യാമം വയ്ക്കുക. ഈ നീതിപീഠം കൽപ്പിച്ചു കൂട്ടി അറിയിക്കുന്നത് എന്തെന്നാൽ, ഈ സാമ്രാജ്യത്തെ ഒറ്റിയ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറേണ്ട എന്റെ താജ്മഹലിനെ വെല്ലുന്ന മറ്റൊരു മഹാത്ഭുതം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന ഉസ്താദ് ഈസ എന്ന രാജശില്പിയുടെ 2 കൈകളും അറുത്തു മാറ്റാൻ ദില്ലി ഭരണകൂടം വിധി എഴുതുന്നു. കണ്ടോ ഖലീജ, താജ്മഹലിന് മുന്നിലെ കോലങ്ങളെല്ലാം ഈ ഗതികെട്ട ശില്പിയെ നോക്കി ചിരിക്കുന്നു. ഈസായുടെ ഈ 2 കൈകളും ഇന്ന് മുഗൾ ഭരണകൂടം മറുത്തു മാറ്റുന്നു.
ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഞാൻ കൊത്തിയുണ്ടാക്കിയ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിന്റെ ശില്പിയുടെ 10 വിരലുകളും ഇന്ന് അറുത്തുമാറ്റുന്നു. നിഷ്കരുണം, നിർദ്ദയമായി. ഇന്ന് താജ്മഹലിൽ അതിൻ്റെ പിതൃരക്തം വീണിച്ചു വയ്ക്കും. അതിനു മുമ്പ് താജിന്റെ ഖബർസ്ഥാനത്തിന് മുകളിൽ ഞാനൊരു വലിയ ദ്വാരം സൃഷ്ടിച്ചിരിക്കുന്നു. ചോർന്നൊലിക്കുന്ന താജിന്റെ ചരമചിത്രം നാളെ ചരിത്രം വായിക്കണം. എന്റെ പ്രിയപ്പെട്ടവനെ, ഈ കരളലയിക്കുന്ന വാക്കുകൾ എന്റെ ഹൃദയത്തെ കീറി മുറിക്കുകയാണ്. 22 വർഷങ്ങൾ ഈ താജിന് വേണ്ടി വിയർപ്പും കണ്ണീരും ഒഴുക്കിയ അങ്ങയുടെ കൈകൾ, എന്റെ പടച്ചവനെ, ഇനി ആ മിനാരിലേക്ക് ഒഴുകിയിറങ്ങുന്നത് എൻ്റെ കണ്ണീരല്ല, എൻ്റെ ചോരയാണ്. ചോര, എൻ്റെ ചോരയും കണ്ണീരും വീണ് ആ മിനാരം നനയും. അതിനാ ഞാൻ ആ ദ്വാരം പണിതത്. എനിക്കല്ലാതെ ഈ ലോകത്ത് മറ്റാർക്കും അതടക്കുവാൻ കഴിയില്ല, പടച്ചവന് പോലും. ആ ദ്വാരം ഞാൻ അടയ്ക്കും പിതാജി. ഷരീഫ്, നിന്റെ കൈകൾക്ക് അതിനുള്ള കരുത്തില്ല. ആ കരുത്ത് ഞാൻ തെളിയിക്കും. ദ്രോഹി, സ്വന്തം പിതാവിന്റെ ചോരയ്ക്ക് നീ കൊതിക്കുന്നു. അറിവുകൾ തന്ന ഗുരുമുഖത്ത് കാർത്തുപ്പുന്നു. ഈസാ പണിത ആ മഹാശില്പത്തിന്റെ മാറിൽ ഒരു നഗക്ഷത പാടുപോലും നീ തീർക്കില്ല. പെറ്റ വയറാ പറയുന്നേ. ഈ മഹാസൗധം ഇന്നു മുതൽ കരീം ഷരീഫ് 22,000 അടിമകളുടെ കണ്ണുനീരും വിയർപ്പും ചോരയും ആ ദ്വാരത്തിലൂടെ ഒഴുകി മുംതസിന്റെ ഖബർ നനയും. അത് ഈസായുടെ കരളുരുകിയ കണ്ണീരാണെന്ന് കാലം തെളിയിക്കും. കാലത്തിന്റെ കവിൾത്തടത്തിലെ ഏകാന്തമായ കണ്ണുനീർ തുള്ളി. എന്റെ വിധി നടപ്പാക്കാനുള്ള കുതിരവണ്ടി എത്തി. എന്നെ തനിച്ചാക്കി പോകരുത്. എന്നെ തനിച്ചാക്കി പോകരുത്. ഞാൻ എന്നും ആദരവോടെ കണ്ട ഈ കൈകൾ, പടച്ചവനെ, നീ സമ്മാനിച്ച ഈ കൈകള്, അത് നീ തിരിച്ചു ചോദിക്കുകയാണോ? അരുത് ഖലീജ, നീ കരയരുത്. ഈസ മരിക്കില്ല. ലോകമുള്ളിടത്തോളം കാലം ജാതിയും മതവുമില്ലാത്ത ഈ അനശ്വര കല, എന്റെ കരവിരുതിന്റെ ഈ മഹാകാവ്യം ഈ ലോകത്തെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കും. സ്വന്തം പിതാവിനെ കുരുതി കൊടുത്തിട്ട് നിന്ന് ചിരിക്കുന്നു. ഞാനൊരുങ്ങുന്നത് പിതാജി പണിതുയർത്തിയ ആ മഹാസ്മാരകത്തിന്റെ യശസ് മങ്ങാതിരിക്കാനാണ്. യശസ് ഇല്ലടാ. പടച്ചവൻ സൃഷ്ടിച്ച ഈസാ എന്ന മഹാനായ രാജശില്പിയുടെ കരവിരുതിലുയർന്ന ഈ വെണ്ണക്കൽ ശില്പത്തിൽ മറ്റൊരാളുടെ ഉളി പതിയില്ല. ഇത് സൃഷ്ടിച്ചത് ഇസായാണ്. ഇസായുടെ പ്രാണനാണ് ഈ സൗധം. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ട് ഈ താജിന് മുകളിൽ നിന്റെ എന്നല്ല ആരുടെ ഉളി ഉയരില്ല. ഉയർന്നാൽ 2 മാന്ത്രിക കൈകൾ കൊണ്ട് ഈ ലോകം താനാണ് ചമച്ചതെന്ന് സ്വയം അഹങ്കരിച്ചു, അട്ടഹസിച്ചു. എന്നിട്ടോ ഒടുവിൽ കൈകൾ അറുക്കപ്പെട്ട്. നിർത്ത്. ആ കരയുന്ന താജിന്റെ കണ്ണുനീര് നീ കാണുന്നില്ല. പിടയുന്ന പ്രാണന്റെ സങ്കടം നീ അറിയുന്നില്ല. നിന്നെ താലോലിച്ച വിരലുകൾ, നിന്നെ പുൽകിയ കൈകൾ, ആറ്റു വീഴുന്ന കൈകൾ ഒരിക്കലും നിന്നെ ശപിക്കരുത്. ഇത് രാജകൽപ്പനയാണ് മാതാജി, അതനുസരിക്കാതെ തരമില്ല. ഈ കാണുന്ന മണിസൗധത്തിന്റെ മാറിൽ പിതാജി തീർത്ത കറ ഞാൻ തുടച്ചു മാറ്റും. ഞാൻ പോന്നു.
ഇസാ, നാളെ ലോകം അങ്ങേ അറിയില്ല, വാഴ്ത്തില്ല. ഈ ലോകം അങ്ങയെക്കുറിച്ച് വായിക്കില്ല, പുകഴ്ത്തപ്പെടില്ല. താജ്മഹൽ പണിതുയർത്തിയ മഹാശില്പിയായി നാളെ ഷാജഹാൻ ചരിത്രത്തിൽ ഇടം പിടിക്കും. പടച്ചവൻ തീർത്ത ആ 10 വിരലുകളിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടും. അങ്ങയുടെ കണ്ണീര് അങ്ങ് തീർത്ത ദ്വാരത്തിലൂടെ മുംതാസ് ഖബറിലേക്ക് പ്രവഹിക്കണം. ആ പ്രവാഹം കണ്ട് ജനം ആർത്തു വിളിക്കണം. അങ്ങനെയെങ്കിലും ആ പേര് വറ്റകൾ പറയണം. അതാ അങ്ങയുടെ മകൻ ആ മഹാസൗധത്തിൽ ഒളിയെറിയുന്നു. ഇല്ല, അതിനെ ഞാൻ അനുവദിക്കില്ല. ശരീബ്, ഒരാളുടെ ഗ്രന്ഥം മറ്റൊരാൾ എഴുതില്ല ശരീബേ. മറ്റൊരുവന്റെ കല അവന്റെ അനുവാദമില്ലാതെ പൂർത്തീകരിക്കില്ല. അതിന് വഞ്ചന എന്നാണ് പേര്. നീ ഒരു കലാകാരനല്ല, കലയെ വ്യഭിചരിക്കുന്ന നീ. എന്റെ ഇസായുടെ 10 വിരലുകൾ പോലെ നീ നിശ്ചലമാകണം, നിർജീവമാകണം. ശരീബേ, എങ്ങും ചോര, ചുടുചോര. താജ്മഹലിന്റെ വെണ്മയിൽ ഒഴുകി പടർന്ന രക്തച്ചാലുകൾ. അതാ മിനാരങ്ങൾക്ക് ചുവടെ ചിതറിക്കിടക്കുന്ന മാംസകഷ്ണങ്ങൾ. ഓ, ഭയാനകമായ കാഴ്ച. ജറോണിയ. ഹുസൂർ, അടിയൻ. താജ്മഹലിന്റെ പണി പൂർണ്ണമായില്ലേ? പൂർണ്ണമായി ചക്രവർത്തി. 22,000 അടിമകൾ, കരകൗശല വിദഗ്ധർ, അവരുടെ കൂടാരങ്ങൾ. എല്ലാവരും താജ്മഹലിനോട് യാത്ര പറഞ്ഞു കഴിഞ്ഞു ഹുസൂർ. കൂടാരങ്ങൾ പൊളിച്ചു മാറ്റപ്പെട്ടു കഴിഞ്ഞു. താജിനു ചുറ്റുമുള്ള ഗലികളിലെ പട്ടിണി പാവങ്ങളെ ബലമായി കുടിയൊഴിപ്പിച്ചു. എങ്ങും നിശബ്ദത, കട്ടപിടിച്ച മൗനം. നീ എന്താ നിന്ന് വിറയ്ക്കുന്നത്? നിന്റെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചോ? നീ കാണുന്നില്ലേ താജിന്റെ തിരുമുറ്റത്തെ തടാകത്തിൽ രക്തം കട്ടപിടിച്ച് കിടക്കുന്നത്? അത് മുകളിൽ നിന്ന് വീണ ഒരു അപമൃത്യുവാണ്. നിന്റെ വാക്കുകൾ പതറുന്നു. ആരെയും വിസ്മയിപ്പിക്കുന്ന മഹാസൗധം, ലോകത്തിന്റെ നെറുകയിൽ ഗർവോടെ തലയുയർത്തി നിൽക്കുന്ന സ്വപ്ന സൗന്ദര്യം. ആ താജിന്റെ കബർസ്ഥാനത്തിന് മുകളിൽ ഈസാ തീർത്ഥദ്വാരം എന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നു. ആ നെറികെട്ട അപകീർത്തി നീ തുടച്ചു മാറ്റിയോ? ഈസയുടെ ചതിയാണ്. ആ ദ്വാരമടയ്ക്കാൻ ഈ ഭൂമുഖത്തിന് 2 പേരെ ജീവിച്ചിരിക്കുന്നുള്ളൂ. ഈസയും മകൻ ശരീബും. അവർക്ക് മാത്രമേ അതിന് കഴിയൂ. അവർക്ക് മാത്രം. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്റെ സിരകൾക്ക് തീ പിടിക്കുന്നു. എവിടെ ശരീബ്? ആ ഖബർസ്ഥാനത്തിന് മുകളിൽ അവൻ ദ്വാരമടയ്ക്കുകയാണ് പ്രഭു. ആ ദ്വാരം അടയില്ല പ്രഭു. അത് പ്രപഞ്ചശില്പിയായ ഇസാ തീർത്ത ദ്വാരമാണ്. ഇപ്പോഴും മുംതാസ് രാജ്ഞിയുടെ ഖബറിന്റെ മാറിലേക്ക് കണ്ണീർ ഇറ്റിറ്റ് വീഴുകയാണ് ഹുസൂർ. 100 കണക്കിന് അടിമകളുടെ കണ്ണീർ. ഇത് സൃഷ്ടിച്ച പിതാവിന്റെ കണ്ണീർ. ആ കളങ്കം തുടച്ചു മാറ്റാൻ ഒരു ശരീബിനും കഴിയില്ല മഹജൻ. ഖലീജ, നിന്റെ മകൻ ഷരീഫ് എവിടെ? ജറോണിയ, ഇസ എവിടെ? താജ്മഹൽ പണിത ഇസ എവിടെ? അവന്റെ ശിക്ഷ നടപ്പാക്കാൻ പാടില്ല. ശിക്ഷ നടപ്പാക്കരുത്. ഈസായെ എത്രയും വേഗം എന്റെ തിരുമുമ്പിലെത്തിക്കണം. വേഗം ജറോണിയ. അങ്ങ് തിരഞ്ഞു നടക്കേണ്ട. ഈസ അങ്ങയുടെ മുന്നിലുണ്ട്. ഇസാ,
ഓ, എന്റെ കണ്ണുകളൊന്ന് അന്ധമാക്കൂ, എന്റെ കണ്ണുകളൊന്ന് അന്ധമാക്കൂ, എന്റെ കണ്ണുകൾ. നമ്മുടെ കുഞ്ഞ് കൊല്ലരുതായിരുന്നു. പൊറുക്കാനാവാത്ത തെറ്റ്, ലോകത്തൊരു മാതാവും ചെയ്യാത്ത മഹാപാതകം. അങ്ങയുടെ ഈ വലിയ കല കണ്ണീരിൽ കുതിർന്നിരിക്കുന്നു. ഹൃദയഭേദകമായ നിലവിളികളാണ് അവിടെ, കരളലിയിക്കുന്ന നിലവിളികൾ. ഈസ, ഞാൻ ഈ കാല് പിടിക്കാം. 22 വർഷങ്ങൾ കൊണ്ട് എന്റെ സ്വപ്നങ്ങൾ കുരുത്ത് ഞാൻ പടുത്തുയർത്തിയ എന്റെ മുംതാസിന്റെ സ്മാരകം ഇന്ന് കറപുരണ്ട ഒരു ശവക്കല്ലറയായി മാറിയിരിക്കുന്നു. ആ ഖബറിന് മുകളിൽ നീ തീർത്ത ആ കളങ്കം നിനക്കേ ഇനി അടയ്ക്കാൻ കഴിയൂ. പഠിച്ചവൻ തന്ന ആ കരങ്ങൾ കൊണ്ട്. അതെ, ആ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു. ഇതാ, എന്നെ പുതപ്പിച്ച ഈ ശവക്കച്ച ഞാൻ അഴിച്ചു മാറ്റുന്നു. കണ്ണു തുറന്ന് കാണൂ, താജ്മഹൽ പണിത രാജശില്പിയായ ഉസ്താദ് ഈസയുടെ കൈകൾ ഈ ഭരണകൂടം മറുത്തു മാറ്റിയിരിക്കുന്നു. ഈ സൗധം എന്നും കരഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ തീർത്ത ആ മഹാഗർത്തത്തിലൂടെ എൻ്റെ കണ്ണുനീർ ചാലുകളായി മുംതസിന്റെ ഖബറിനെ എന്നും നനയിച്ചുകൊണ്ടേയിരിക്കും. ഇല്ല ഇല്ല, സ്വാർത്ഥമോഹ ലാഭങ്ങൾക്ക് വേണ്ടി അങ്ങ് കെട്ടിപ്പൊക്കിയ ഈ മഹനീയ ശില്പം അങ്ങേ നോക്കി വികൃതമായി കൊഞ്ഞനം കുത്തുകയാണ്. ഹുസൂർ, അങ്ങ് കരുതുന്നുണ്ടാവും ഈ മനോഹര ശില്പം അങ്ങയ്ക്ക് കീർത്തിയും ബഹുമതിയും ഉണ്ടാക്കിത്തരുമെന്ന്. പക്ഷേ ഇല്ല ഷഹൻഷാ ബാദുഷാ ചക്രവർത്തി. പട്ടിണി പാവങ്ങളുടെ വിശപ്പിൻ്റെയും വിയർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും വില കൊണ്ട് അങ്ങ് പടുത്തുയർത്തിയതാണ് ഈ മഹാത്ഭുതമെന്ന് നാളെ ലോകം തിരിച്ചറിയും. ദരിദ്രരായ മനുഷ്യരുടെ മടിശീലകളിൽ നിന്ന് ഈ ഭരണകൂടം നിർദാക്ഷിണ്യം തട്ടിപ്പറിച്ചെടുത്ത് സ്വരുക്കൂട്ടിയ ഖജനാവിലെ പണമാണ് അങ്ങിവിടെ ധൂർത്തടിച്ചത്. ഇത് വരുംകാലത്തെ ഭരണകൂടങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. അതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഈ ആഡംബര സൗധം. ഈ സമൂഹത്തോട് അങ്ങ് ചെയ്ത മാപ്പർഹിക്കാത്ത മഹാപരാധമാണിത്. അതിനുള്ള ഒരു സാക്ഷ്യപ്പെടുത്തലായിരിക്കും ഈ താജ്മഹലിൻ്റെ ചരിത്രരേഖകൾ. വർണ്ണവർഗ വൈജാത്യങ്ങളില്ലാതെ ഈ കല കാലത്തെ അതിജീവിക്കും. അങ്ങനെ കാലത്തിൻ്റെ കവിൾത്തടത്തിലെ ഏകാന്തമായ കണ്ണുനീർത്തുള്ളിയായി ഈ ശവകുടീരം ആകാശത്തേക്ക് നോക്കി എന്നും വിലപിച്ചുകൊണ്ട് നിൽക്കും, ഒരു നിത്യസ്മാരകമായി. നീർമിഴികളിലെ പ്രണയസൗധം. നാടകം ഇതുവരെ ആസ്വദിച്ച ഏവർക്കും രംഗധ്വനി 2020യുടെയും
നാടക് വൈക്കം മേഖലയുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. നാളെ രാത്രി കൃത്യം 7:30 സമാപന സമ്മേളനം. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നാടക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെ. ശൈലജ. നാളെ മറക്കാതെ കാണുക. നന്ദി.